പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നു. ഗ്രാമപഞ്ചായത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനായി പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു ശ്രമത്തിന് തയ്യാറായത്. പഞ്ചായത്ത് അനുമതി ലഭിച്ച റിദിൻ റോയ്, ജോബി ജോൺ എന്നിവരാണ് കാട്ടുപന്നിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അയ്യമ്പുഴ പഞ്ചായത്തിൽ 70% ആളുകളും കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. കാട്ടുപന്നികൾ വലിയ നാശനഷ്ടമാണ് ഓരോ കർഷകരും ഉണ്ടാക്കുന്നത്. ഇതുമൂലം കൃഷി നിർത്തേണ്ട അവസ്ഥയാണ് ഇവർക്ക്. കർഷകന് കൃഷിയിടം സംരക്ഷിക്കാൻ സോളാർ ഫെൻസിംഗ് ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ കൃഷി വ്യാപകമായി കാട്ടുപന്നി നശിപ്പിക്കുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PU ജോമോൻ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണം വളരെ വലുതാണ്. കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കല് ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഉള്ള രീതിയിൽ ഈ കാട്ടുപന്നികൾ ചെയ്യുന്ന കൃഷികളെല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സമീപനം ആണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കേരള സർക്കാർ ഇത്തരത്തിൽ പഞ്ചായത്തുകളോട് കാട്ടുപന്നികളെ വെടിവെക്കാൻ ഓർഡർ ഇട്ടപ്പോൾ അയ്യമ്പുഴ പഞ്ചായത്തും ഇത്തരത്തിൽ ലൈസൻസ് ഉള്ള ആളുകൾക്ക് നമ്മൾ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഈ മൂലേപ്പാറ ഈ കന്നാരത്തോട്ടത്തിൽ ഈ പൈനാപ്പിൾ തോട്ടത്തിൽ ഇറങ്ങിയ പന്നിയെ വെടിവെച്ച് കൊല്ലാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനിയും ഇത്തരത്തിൽ ആക്രമണം ഉള്ള സ്ഥലത്ത്, പന്നികളുടെ ആക്രമണം ഉള്ള സ്ഥലത്ത് നമ്മൾ വീണ്ടും ഇത്തരത്തിൽ പന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കും. ആളുകളുടെ കൃഷിയാണ് നമുക്ക് വലുത്, കർഷകരാണ് നമുക്ക് വലുത്. അപ്പോൾ അവരോട് എന്നും ചേർന്ന് നിന്നുകൊണ്ട് പഞ്ചായത്ത് അവരെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയെടുക്കും. ഇതിലൂടെ പ്രദേശത്തെ കർഷകർക്ക് ഒരു വലിയ ആശ്വാസമാണ് ഉണ്ടായതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു.